ഈ സീരിയൽ പറഞ്ഞ വൃത്തികെട്ട സാധനം ഞാൻ എന്റെ ജീവിതത്തിൽ കാണില്ല വേണ്ടി ഇരുന്നതാണ്. സി ഫൈവ് ഒറിജിനൽസ് ഉണ്ട്. സി5 ഡയറക്റ്റ് ആയി റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസും, പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്നുള്ളത് സീരിയലിനേക്കാളും തേർഡ് റേറ്റ് സാധനങ്ങളാണ്. ഇതിലും ഭേദം കുടുംബശ്രീ രോമതിയും ശാരദയൊക്കെ ഇരുന്ന് കാണുന്നതായിരുന്നു. അയ്യേ. ആൻഡ് ഇതിൽ 2 പിള്ളേരുണ്ട്. ഒന്ന് അബു സലീമും മറ്റേ ചെക്കന്റെ പേര് എനിക്ക് അറിയില്ല. ഇത്രയും വെറുപ്പിച്ച 2 ക്യാരക്ടേഴ്സ് ഈ സീരീസിൽ അജാതി വെറുപ്പിക്കലായിരുന്നു. ആരെങ്കിലും ഒരു മുഴ തുണി എടുത്തിട്ട് ആ ചെറുക്കന്റെ വായിലൊന്ന് തിരികെ കൊടുത്തിട്ടുണ്ടായിരുന്നേൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയി. കാസർഗോഡ് സ്ലാങ് ആണ്. പിന്നെ ഒരു വസ്തു മനസ്സിലാവില്ല. മഹിമ നമ്പ്യാരെ വിളിക്കേണ്ടി വരുമോ ആ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ കണ്ടു തീർത്തു. ഇത് കണ്ടു തീർക്കാൻ എടുത്ത ഒരു കഷ്ടപ്പാട്, ഞാൻ വല്ല പരീക്ഷ പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കളക്ടർ ആയേനെ. ദീപക് പരമോളിന്റെ ക്യാരക്ടർ അടുത്ത കോമാളി. NBI ഓഫീസറാണ്. ഈ കള്ള പാസ്പോർട്ടും ഈ കബീർ ദുഹാൻ സിംഗിനൊക്കെ പിടിക്കാൻ വന്ന NBI ഓഫീസറാണ്. ഒരു വൃത്തികെട്ട ക്യാരക്ടർ. എന്തോ വലിയ കൊണാണ്ടർ ആണെന്നുള്ളൊരു വിചാരമുള്ള ഒരു അപ്പാട്ടക്കർ ഓഫീസർ. ഈ ടച്ചിങ്സ് ആയിട്ട് ചിക്കൻ കറി പറ്റില്ല അത്ര, എന്നാ അൽഫാം മതിയോ? ഈ കുറെ കോമാളിത്തരം കാണിക്കാനും അങ്ങനത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടർ. ആൻഡ് ദീപക് പരമോളും ആളുടെ സീനിയർ ഓഫീസറും തമ്മിൽ കോൺവെർസേഷൻ ഇംഗ്ലീഷിലാണ്. രണ്ടുപേരും മലയാളികളാണ്. ഇംഗ്ലീഷ് പറയണ കേൾക്കണം. ഇംഗ്ലീഷ് അറിയാത്തവൻ ഇംഗ്ലീഷ് കാണാപ്പാടം പഠിച്ച് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതാണ് അവസ്ഥ. ഈ സീരീസിലെ ഏറ്റവും വലിയ കോമഡി അതൊക്കെയായിരുന്നു. അതൊക്കെ കേട്ട ചിരി വരും എന്തായാലും.